ഈ ലോകം മുഴുവൻ സഞ്ചരിക്കുന്ന നിയമം എന്താണെന്നറിയാമോ? ആവശ്യകതയുടെ നിയമം തന്നെയാണ്. ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള കാര്യത്തിന് വേണ്ടിയുള്ള നിയമമാണ് നമ്മുടെ ലോകം മൊത്തവും കവർ ചെയ്ത് നിൽക്കുന്നത്. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഒരുപാട് പേമാരി അല്ല ഒരുപാട് മഴ പെയ്തുകൊണ്ടിരിക്കുന്ന, ഒരുപാട് നാൾ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സൂര്യൻ്റെ ഒരു വെളിച്ചത്തിന് വേണ്ടി നമ്മൾ കാത്തു നിൽക്കും. അപ്പം അന്നേരം നമ്മൾ മഴയെ ശപിക്കും. അതേപോലെ തന്നെ ഒരുപാട് സൂര്യൻ്റെ താപം ഒരുപാട് സഹിക്കാൻ പറ്റാത്ത രീതിയാവുന്ന സമയത്ത് നമുക്ക് അന്നേരം മഴ വേണം. അതായത് നമ്മുടെ ഏറ്റവും വലിയ ആവശ്യകത, അല്ലേ? അപ്പോൾ എല്ലാ കാര്യങ്ങളും എത്ര നല്ലതാണെങ്കിലും അത് ഒരുപാടായി കഴിഞ്ഞാൽ നമ്മൾ അക്സെപ്റ്റബിൾ ആവത്തില്ല അത് സ്വീകരിക്കാൻ. അതാണ് നമ്മുടെ പ്രകൃതിയുടെ നിയമം. അത് വ്യക്തിബന്ധമാണെങ്കിലും സ്നേഹമാണെങ്കിലും അത് തന്നെയാണ്. ഏറ്റവും കൂടുതൽ നല്ല സാധനങ്ങൾ, ഇപ്പം ലഡു ആണെങ്കിൽ തന്നെ ലഡു ഒരുപാട് കഴിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംഭവം ലഡുവാണ്, പക്ഷെ ഒരുപാട് കഴിച്ചു കഴിഞ്ഞാൽ അത് മടുക്കും. എന്തൊരു ആഹാരമാണെങ്കിലും എന്തൊരു കാര്യമാണ്, സ്നേഹബന്ധത്തിലാണെങ്കിലും കെയറിങ്ങിലാണെങ്കിലും ഓവറായി കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നമുക്ക് മടുക്കുന്ന ഒരു ടോണിലാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചേക്കുന്നത്, അല്ലയോ? എത്ര നല്ലതാണെങ്കിലും ഒരുപാട് ദൈവികതയാണെങ്കിലും, ദൈവം ഇപ്പോൾ സത്യം പറഞ്ഞാൽ പ്രത്യക്ഷപ്പെടാത്തത് പോലും അതുകൊണ്ടായിരിക്കാം. ദൈവം എന്നും നിങ്ങൾ പറയുന്ന അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന രീതിയിൽ എല്ലാ കാര്യത്തിനും ഓടി വന്ന് വരം തരാനിരുന്ന് കഴിഞ്ഞാൽ, ദൈവം എല്ലാം വിളിച്ചു കഴിഞ്ഞാൽ എപ്പോഴും വന്ന് വരം തരും. അതുകൊണ്ടാണ് ദൈവം പ്രത്യക്ഷപ്പെടാത്തത്. ദൈവം ഇല്ലാത്തതല്ല, ദൈവത്തിന് ദൈവം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ദൈവം നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞാൽ ദൈവം പോലെ ദൈവം ആവാം ചിലപ്പോൾ നമ്മൾ വരം ചോദിക്കും. അതുകൊണ്ടാണ് ദൈവം നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാത്തത്.